അങ്ങനെ ഇതാ പള്ളിയിൽ നിന്ന് നല്ല തെക്കുബീറൊക്കെ തുടങ്ങിയപ്പോൾ നമ്മളെ പണിയും വേഗം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തേക്ക് വേണ്ട ചായൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതൊന്ന് സെറ്റാക്കി, അതേപോലെ തന്നെ ചോറിന് വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ ഒന്ന് പുരട്ടി വെച്ചിട്ടോ. അപ്പോൾ ഇതാ രാവിലെ എണീറ്റ് ഇതാ നമ്മളെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ നല്ലൊരു കാലാവസ്ഥ കേട്ടോ, മഴയൊന്നുമില്ല കേട്ടോ. തലേ ദിവസം നല്ലൊരു കാറ്റൊക്കെ അടിച്ചപ്പോൾ വിചാരിച്ച് മഴയാവുമെന്ന്. അങ്ങനെ ഇതാ എൻ്റെ മൈലാഞ്ചിൻ്റെ ഒരു ഷോ ഓഫൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഒന്നുമില്ല, ചോന്നും വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ റൂമിലേക്ക് വന്ന് നമ്മളെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടോ. ജയാൻ്റെയും സുനീർഖാൻ്റെയും അതേപോലെ തന്നെ ഫൈസാമോ നല്ല ഉറക്കം കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് അയൺ ചെയ്തൊക്കെ വെച്ച് കൊടുത്തട്ടോ. അങ്ങനെ നേരെ താഴെ വന്ന് നോക്കുമ്പോൾ ഇതാ നമ്മളെ ഫ്രിഡ്ജിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തെടുത്ത് വെച്ച്, അതേപോലെ തന്നെ നമ്മളെ മാവൊക്കെ നല്ലോണം പുളിച്ച് വന്നിട്ടുണ്ടേന് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് മാറ്റിയൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഇനിയിപ്പം വേഗം തന്നെ നമുക്ക് പായസത്തിൻ്റെ പരിപാടി ആദ്യം ചെയ്ത് വെക്കാൻ എന്നിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പാലട പായസം കേട്ടോ. അപ്പോൾ അത് വേഗം ഒന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് മാറ്റി വെക്കണം. അങ്ങനെ വേഗം തന്നെ അത് വേഗം അടയിലൊക്കെ ആക്കിയിട്ട് ഞാൻ വേഗം കറി വെക്കാൻ നോക്കി കേട്ടോ. അപ്പോൾ തലേ ദിവസം ഒന്ന് വെജിറ്റബിളൊക്കെ ഒന്ന് തോലൊക്കെ പൂക്കി വെച്ചുകൊണ്ട് വേഗം തന്നെ അതൊക്കെ വേഗം വഴറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറുമക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഇതാ അവർ കട്ടൻ ചായ ഒക്കെ കുടിച്ചപ്പോൾ പള്ളിയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മളെ ഫൈസാമോൻ എണീച്ച് കുളിയൊക്കെ കഴിഞ്ഞ് പെരുന്നാക്കോടിയൊക്കെ ഇട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ അവർ പോയത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഒന്ന് ഫോണിങ്ങനെ തിരിച്ച് പിടിച്ചതാണ്. പിന്നെ ഇതാ ഇവരൊക്കെ വന്നതിന് ശേഷം നമ്മളെല്ലാവരും കൂടി ഇരുന്ന് നല്ല വെള്ളാപ്പവും ചിക്കൻ സ്റ്റൂ ഒക്കെ കൂട്ടി ചായ ഒക്കെ കുടിച്ചേ. പിന്നെ നമ്മളെ മെയിൻ പരിപാടി നമ്മളെ ബിരിയാണി വെക്കലല്ലേ, അങ്ങനെ അതൊക്കെ തുടങ്ങി. നമ്മൾ ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല, ദമ്മൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റായതിന് ശേഷം പിന്നെ നമ്മൾ ആദ്യം തന്നെ പായസം കുടിക്കാമെന്ന് കരുതി കേട്ടോ. പിന്നെ ഇപ്പോൾ ചോറൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുടിക്കാൻ മടിയാകണ്ടെന്ന് കരുതി വേഗം മക്കൾക്കൊക്കെ കൊണ്ട് കൊടുത്തട്ടോ. അപ്പോഴേക്കും ഇതാ നമ്മളൊരു പള്ളിയിൽ നിന്നുള്ള ഇറച്ചി വന്നിട്ടുണ്ടതിനെ. അപ്പോൾ ഞാൻ വേഗം തന്നെ ഇങ്ങനെ ഓരോരോ പീസ് കവറുകളിലേക്കാക്കി മാറ്റി കേട്ടോ. ഇല്ലെങ്കിൽ ഒന്നായിട്ട് വെച്ച് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ പിന്നെ എടുക്കുമ്പോൾ ഇങ്ങനെയാകുമ്പോൾ സിമ്പിളായിട്ട് വേഗം തന്നെ കിട്ടും. അങ്ങനെ ഇതാ എല്ലാവരും പുറത്തൊക്കെ പോയി വന്നതിന് ശേഷം നമ്മൾ ബിരിയാണീൻ്റെ ദമ്മൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് അൽഹംദുലില്ലാ നമ്മളെ ബലിപെരുന്നാളിൻ്റെ ഫുഡൊക്കെ കഴിച്ച്